ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഒരു സൺസെറ്റ് ആണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓറഞ്ചും റെഡൊക്കെ കലർന്ന ഒരു സ്കൈ, ഒരു ഡാർക്ക് പർപ്പിളിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരു ഡാർക്ക് മെറൂൺ, പിന്നെ അത് റെഡ്, പിന്നെ ഓറഞ്ച്, പിന്നെ യെല്ലോ, അങ്ങനെ ഒരു കളർ ഷെയ്ഡിലാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അത് ഡ്രൈ ആയതിനു ശേഷം സില്ലൗട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിതിലെടുക്കണ കളറ് അൾട്രാമറൈൻ ബ്ലൂവും ക്രിംസൺ റെഡും മിക്സ് ചെയ്ത് ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അത് റെഡ്, ക്രിംസൺ റെഡ്, ഓറഞ്ച്, പിന്നെ ലെമൺ യെല്ലോ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ലെമൺ യെല്ലോ അത്ര സൺസെറ്റായിട്ട് മാച്ചല്ല, അപ്പോൾ കുറച്ച് ഓറഞ്ചും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു നല്ലൊരു യെല്ലോയിഷ് കളറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡയഗണലായിട്ട് ഏതൊരു ഡയറക്ഷനിലാണോ നമ്മൾ കളർ അപ്ലൈ ചെയ്യണേ ആ ഡയറക്ഷനിൽ തന്നെ അവസാനം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറേ സ്ട്രോക്ക് ഹൊറിസോണ്ടലും കുറേ സ്ട്രോക്ക് വെർട്ടിക്കലും ആക്കി കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ലേ. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് ഡയഗണലായിട്ടാണ്. അപ്പോൾ എല്ലാ കളറും ഞാൻ ഡയഗണലായിട്ട് തന്നെയാണ് ഫില്ല് ചെയ്തെടുക്കണേ. 2-3 കളറ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്തെടുക്കണേന്ന് വെച്ചാൽ, ഒരു കളറ് ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ അടുത്ത കളർ അപ്ലൈ ചെയ്ത് 2 കളറും തമ്മിൽ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒരു കളർ ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വിഷമമായിരിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡ്രൈ ആയതിന് ശേഷം ഞാൻ പെൻസിൽ വെച്ചൊന്ന് ജസ്റ്റ് ഔട്ട്ലൈൻ വരച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ബ്ലാക്ക് വെച്ചിട്ടാണ് സില്ലൗട്ട് ചെയ്തെടുക്കണത്. ഒരു വീടും കുറച്ച് ചെടികളൊക്കെ ആയിട്ടുള്ള ഒരു സില്ലൗട്ടാണ് ഞാൻ ചെയ്തെടുക്കണത്, കിളികളും ഒക്കെ ആയിട്ട്.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബായ്.